വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഇടുമ്പോ ഇനിയൊരു ഓണം സീരീസ് ആയിട്ടായിരിക്കും വരികയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ അത്തമാണ്. അപ്പൊ അത്തത്തിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. സീരീസ് ആവോ ഓണത്തിന്റെ അത്തം ചിത്രങ്ങൾ എല്ലാതും ഇടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയത്. ഞാനൊരു രാവിലത്തെ കുറച്ച് റൊട്ടീൻസ് എടുക്കാന്നുള്ള രീതിയിലാണ് ഓണം സീരീസിലാണ് ചെയ്യുന്നത്. അത്തം തൊട്ട് തിരുവോണം വരെയുള്ളതൊക്കെ. പക്ഷേ നമ്മുടെ സാഹചര്യം അങ്ങനെ ഉണ്ണിയുള്ളത് കൊണ്ട് നമുക്ക് ഒന്നും എടുക്കാനും അതായത് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് എന്താ ഉണ്ണി വളരെ നേരത്തെ എഴുന്നേക്കുന്നത് സ്വഭാവക്കാരിയാണ്. നേരത്തെ ഉറങ്ങും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവൾ നേരത്തെ എഴുന്നേക്കും ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ നിലവിൽ ഉറക്കാൻ നോക്കിയാലും അല്ല, നിലവിൽ ഉറക്കേണ്ട ആവശ്യമില്ല, അവർ നേരത്തെ അവർ ഉറങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ അതിനനുസരിച്ച് നേരത്തെ എഴുന്നേക്കും. അപ്പൊ ഇന്ന് പതിനൊരു 7 മണി 7:15 7:30 അവളെ എഴുന്നേക്കാറുള്ളത്. 7 മണി to 7:30 ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എഴുന്നേക്കാം. ഞാൻ വിചാരിച്ചു ഇവിടെ എഴുന്നേക്കുന്നേക്കാൾ മുന്നേ പോയി എഴുന്നേറ്റ് എൻ്റെ പണികളൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് 6 മണിക്ക് എഴുന്നേറ്റ് കുളിക്കാനും ഒക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടാ. ഞാൻ എഴുന്നേറ്റ് പല്ലേച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആൾ എഴുന്നേറ്റു. അതുകൊണ്ട് പിന്നെ ഞാൻ പൂക്കളുടെല്ലാം അടിച്ചു കഴിയുമ്പോൾ ഇവിടെ എഴുന്നേറ്റ് കുറച്ച് പാൽ കൊടുക്കാൻ പാൽ പോലും വേണ്ട, ആൾക്ക് നമ്മുടെ കൂടെ വന്നിരിക്കും. അങ്ങനെയാണ് കേട്ടോ. പൂവൊക്കെ കണ്ട് മാമാൻ പിച്ചാനൊക്കെ ഇഷ്ടമായിട്ടേ. അപ്പോൾ എന്താ എൻ്റെ ഒപ്പം എഴുന്നേറ്റ് 6:30 എഴുന്നേറ്റ് ആളായിരുന്നു. നമ്മൾ 6:30 പതിവ് പോലെ എഴുന്നേറ്റ് 6:30 നമ്മൾ പുള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പൂക്കളിടായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ഇവിടെ നോക്കാൻ ഒരാൾ വേണം, പൂക്കളിടാൻ ഒരാൾ വേണം. വീഡിയോസും പൂക്കളിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ എത്ര ബുദ്ധിമുട്ടുണ്ടാവും. അടുക്കളയിൽ പണി ചെയ്യാൻ വേണം. ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സുഖമായി പൂക്കളിടും. പക്ഷെ നമുക്ക് അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ ഇപ്പോൾ അതിനുള്ളത് ചേട്ടനും അവരൊക്കെ പണിക്ക് പോകാനുള്ളത് നേരത്തെ പോകുന്നത് 7 മണിക്കൊക്കെ പോകുന്നതാണ്. പിന്നെ ഇവിടെ പിടിച്ചിരിക്കുക ഒരാളില്ലാത്തത് കൊണ്ട് ഇവിടെ പെയിന്റ്. അപ്പം നാളത്തെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നാളെ തൊട്ട് നേരത്തെ എഴുന്നേൽക്കാണെങ്കിൽ ഒന്ന് തൊട്ടിയിലിട്ട് നോക്കാം. ഇന്ന് ഞാൻ ചേട്ടനെ എടുത്ത് കിടക്കണ്ടല്ലോ എന്ന് വെച്ചാൽ കട്ടിലമ്മനൊക്കെ എടുത്തിട്ടാണ് പോണത്. അപ്പൊ വളരെ കിട്ടി എന്താ എനിക്ക് പെട്ടെന്ന് നാളെ തൊട്ടിലിട്ടിട്ട് അതാ പറഞ്ഞ ഉറപ്പില്ല സീരീസ് എടുക്കാൻ പറ്റുമെന്ന്. ഇങ്ങനെ എന്തോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ സീരീസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ സീരീസ് ആയിട്ട് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കാം. ഇന്നത്തെ വീഡിയോ നോക്കായിട്ടും ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടില്ലേ, പക്ഷെ ചേട്ടൻ വന്നതിന് ശേഷം നമുക്ക് അറിയുള്ളൂ എന്ത് അത് എത്രത്തോളം പോകും. അതായത് ഇന്നിപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നടക്കുന്നതിന് മുന്നിൽ വലിയ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ട്. അപ്പം അതൊക്കെ കാണാൻ കൊണ്ടുപോകുമെന്ന് അറിയില്ല. മഴയാണെങ്കിൽ കൊണ്ടുപോകുന്നുള്ളത് കൊണ്ട്. അപ്പോൾ മഴയില്ലെങ്കിൽ അതൊക്കെ പോകണമെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പം നമ്മുടെ കുറച്ച് വിശേഷങ്ങളുള്ളൂ. അതിൽ കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, കുറേയൊക്കെ വിട്ടുപോട്ടാ. ഞാൻ ഒന്നാമത്തെ വീഡിയോൻ്റെ കാര്യം മറന്നു പോകും. വീഡിയോൻ്റെ കാര്യം മറന്നു പോകും. രണ്ടാമത്തത് ചിലപ്പോൾ നമുക്ക് ആ സാഹചര്യം ഉണ്ണിയിൽ വെച്ച് മാനേജ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവളുടെ ഭാഷയ്ക്കൊക്കെ ഇപ്പോൾ എന്താ പറയുക പെട്ടെന്ന് എടുക്കേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ വീഡിയോയ്ക്ക് പോവാം. വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടല്ല ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. വീഡിയോയ്ക്ക് എടുക്കുന്നതിന് ഇടയിൽ വെച്ചിട്ടാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല എത്രത്തോളം വീഡിയോ പോകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതായിരിക്കണം. എന്നിട്ടാണ് മിറ്റടിക്കണം. ഞാൻ എന്തായാലും പൂക്കളൊക്കെ ഇടാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് മിറ്റൊക്കെ അടിക്കാമെന്ന് വെച്ചു. ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ എൻ്റെ മോളെ എനിക്ക് കാരണമാണ് നമുക്ക് കുറച്ച് ലേറ്റായി എന്ന കാര്യങ്ങൾ. പിന്നെ മിറ്റടി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളവിടെ കുറച്ച് മിറ്റത്തിപ്പോൾ സിമെൻറ്റ് ഇട്ടുണ്ടായി. അപ്പം അവിടെ കുറച്ച് പൊടി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകാൻ വെച്ചു. അടിച്ച് കഴുകാൻ പറ്റില്ല, അടിച്ച് കഴുകാൻ പൊടി വന്നോണ്ടിരിക്കും. വെള്ളം ഒഴിച്ച് കളഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ പൂക്കളിടലിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെ പൂക്കളാണെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചാണം മെഴുകിയിട്ടൊക്കെയാണ് ഇടുക. പിന്നെ ഇപ്പോൾ ചാണൊന്നും കിട്ടാത്ത കാരണം ആൾക്കാർ ചാണൊന്നും മെഴുകാതെ ഇടും.
പിന്നെ ഞങ്ങൾക്കത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചാണകം കിട്ടാണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വെള്ളം ഒഴിച്ച് ആ ഒരു നനവിലാണ് പൂക്കളിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യമാണല്ലോ കേട്ടോ നമ്മൾ ചാണകമൊക്കെ ആദ്യമേ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പൂക്കളിടാതിരിക്കുകയാണ്. കണ്ടില്ലേ, അച്ഛമ്മയും മോളും അവിടെ റെഡി ആയിട്ട് കാണാതിരിക്കുന്നുണ്ട് പൂക്കളിടുന്നത്. അവർ നേരത്തെ വന്ന് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ മോളും ഈ നേരത്തൊക്കെ സമയം 6:30 കേട്ടോ. ആ നേരത്താണ് എനിക്കിങ്ങനെ ഇരിക്കണത്, പൂക്കളിടുന്നത് കണ്ടുകൊണ്ടിരിക്കുക. പാല് പോലും കുടിക്കാതെയാണ് അത്രയും. അപ്പം ഞാൻ വെച്ചാൽ ഈ പൂക്കളത്തിൻ്റെ വട്ടം കറക്റ്റാക്കാൻ നോക്കുകയാണ്. എനിക്ക് എത്ര ആക്കിയിട്ടും വട്ടം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ബട്ടനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ അത് കഴിഞ്ഞ ശേഷം കൈയൊക്കെ കഴുകി പിന്നെ നമുക്കിനി പൂക്കൾ വേഗം ഇടണം. അത് ഉണങ്ങുമ്പോഴേക്കും പൂക്കളിടണം. ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തലേദിവസം പൂവൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിക്കണ നേരം കൊണ്ട് അമ്മ കുറച്ചൊക്കെ പൂവൊക്കെ പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സെൻറ്ററിൽ വെക്കാനുള്ളതൊക്കെ ഞാനൊന്ന് പിച്ചി, വലുതൊക്കെ അമ്മ എന്താ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞാനിപ്പോൾ നോക്കിയിട്ട് വെക്കാം കേട്ടോ. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പൂ പറിക്കാൻ വരാൻ വേണ്ടി ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് നിൽക്കാം. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കും, ഇങ്ങനെ വയ്ക്കും, അങ്ങനെ ആയിട്ട് ഇരിക്കണം. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്നിട്ട് തീർക്കാമെന്ന് വെച്ചാൽ എന്തായാലും ഉറങ്ങിയിട്ടല്ലേ, നാളെ ഉറക്കി എടുത്ത് സൂപ്പറാക്കി ഇടാം. പിന്നെ എന്തായാലും എനിക്കിരിക്കുന്ന കാരണം വാശി പിടിപ്പിക്കണമെന്ന് വെച്ചിട്ട് വേഗം ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ ഇടാണ് കേട്ടോ. അപ്പം അധികം ആപ്പാടൊന്നും ആക്കില്ല. എന്നാലും ഞാൻ എന്താവുക എപ്പോൾ പൂക്കളിട്ട് വന്നാലും അത്യാവശ്യം വലിപ്പം വരും. പിന്നെ എന്താ പറയുക, വലിയൊരു പൂക്കളായിരിക്കും. പൂ കുറച്ച് ഉപയോഗിക്കുള്ളൂ, പക്ഷേ പൂക്കളം വലുതായിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഇന്ന് അതേ പൂക്കളിട്ട് വന്നപ്പോൾ കുറേ പൂ ബാക്കി വന്നു. പക്ഷേ എന്താ പറയുക, പൂക്കളം വലിയൊരു പൂക്കളമായിരുന്നു. പിന്നെ നമുക്കിപ്പോഴും അധികം എന്താ പറയുക, പൂക്കൾ അത്ര കളറുകളൊന്നും ഇപ്പോൾ കിട്ടാനില്ല അധികം. പണ്ടൊക്കെ നല്ല കുറേ കളറുകൾ കിട്ടിയിരുന്നു. പക്ഷേ കളറുകൾ കുറവാണ്. എന്നാലും നമ്മളുള്ളത് വെച്ച് ഇതൊക്കെ ആക്കി. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ അവിടെ പോയി തപ്പി പിടിച്ച് ഓരോന്ന് വെട്ടി ഇടാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നന്നായി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് വലിപ്പം കുറവ് തോന്നിക്കും, പക്ഷെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് നേരെ ആ പൂ പിച്ചി ഇതാക്കിയിരുന്നിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ എന്താ പറയുക പൊടിയും പൂവിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ അടിച്ച് ക്ലീൻ ആക്കാമെന്ന് വെച്ചു. പിന്നെ ഉണ്ണി എണീറ്റത് കൊണ്ട് അമ്മയ്ക്ക് അടുക്കള പണിയാകുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ നമ്മളാണ്. ഞാൻ പിടിക്കാന്ന് വെച്ചാൽ നേരത്തെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുത്തന്നെ വെച്ചാൽ ഉറങ്ങിയിട്ട് അവൻ്റെ എക്സാമിന് പോകണം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് അവൻ ചെയ്യുന്നത്. അതിന് ശേഷം അപ്പം ഞാൻ അതിനെ പിടിച്ച് വേഗം അടിച്ചു വരാമെന്ന് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം സുഖമായിരുന്നു, ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ ഓണം. അപ്പോൾ പിന്നെ നമുക്ക് സാവധാനം ചെയ്താൽ മതി, ജോലിക്കും പോകണില്ല, എല്ലാം സാവധാനം ചെയ്താൽ മതിയായിരുന്നു. പൂക്കളിടലായാലും അത് ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യം. ഇതിപ്പോൾ ഉണ്ണി കരയോ ഉള്ള ധൃതി പിടിക്കലാണ് ചെയ്യണത്. അവളെ മൂഡ് മാറി കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമാവും. അപ്പോഴേക്കും അടിച്ചു വരിക അങ്ങനെ വരും ചെയ്യും. അപ്പോൾ അവൻ പല്ലിച്ച് വന്നപ്പോൾ അവൻ വേഗം എൻ്റെ ഉണ്ണിനെ വാങ്ങിച്ച് ഞാൻ പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അടിച്ചൊരു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് എണ്ണ പറ്റണം നേരെ. അതായത് അമ്മ ജോലിക്ക് പോയിട്ട് മുന്നേ കുളിപ്പിക്കണം. അപ്പോൾ അമ്മയ്ക്ക് 8:30 നമുക്ക് പോകണം. ഞങ്ങൾ വേഗം രാവിലെ തന്നെ എണ്ണ തേച്ച് കൊടുത്താലാണ് അച്ഛമ്മ കുളിപ്പിച്ച് തരും. ഞങ്ങൾ വേഗം എണ്ണ തേക്കാമെന്ന് വെച്ചു. അങ്ങനെ എണ്ണ തേച്ച് കൊടുത്തു. ഇതൊക്കെയാണ്. പിന്നെ എണ്ണ തേച്ച് കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാൽ കുടിക്കുക ചിലപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ക്രീമൊക്കെ പറ്റി വേഗം കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിക്കുക. അതൊക്കെ അമ്മയാണ് കേട്ടോ. അടുക്കളയിൽ കിച്ചൺ ആ ഒരു പരിപാടിക്ക് നമുക്ക് നിൽക്കാൻ നേരണ്ടാവില്ല. കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുക്കും. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല, കുളിപ്പിക്കണം കുറുക്കിനൊക്കെ. അതൊക്കെ ആ നേരത്തെ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ധൃതിയായി. അപ്പോൾ അവളെ കുളിപ്പിക്കലും കുറുക്ക് കൊടുക്കലും അതൊക്കെ കഴിഞ്ഞ് അതിനവിടെ കെടുത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഉറക്കിയതിന് ശേഷമാണ്. അപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 9:30 ഞാനൊന്ന് കുളി കഴിഞ്ഞൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെന്ന് വെച്ചാൽ മുഖത്തൊന്നും ചെയ്ത്, എന്തായാലും മത്തൊക്കെയല്ലേ, ഓണക്കാലല്ലേ, ഒരുങ്ങിയൊക്കെ ഇരിക്കാം എന്ന് വെച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ കുളി കഴിയുമ്പോൾ ഒന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് കണ്ണെഴുതി മേക്കപ്പ് പൗഡർ ഇട്ടു പൊട്ട് തൊട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കുറി വരച്ചു. കുറേ നാളുകളായിട്ട് കുറി വരയ്ക്കാറില്ല, അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ കുറി വരയ്ക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് കുറിയൊക്കെ വരയ്ക്കാം എന്ന് വെച്ചിട്ട് ഞാൻ കുറിയൊക്കെ വരച്ച് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എന്താ ഉള്ളത്. പിന്നെ രാവിലെ തല കുളിക്കൽ വളരെ കുറവാണ്. നമ്മൾ കുളിക്കുമ്പോൾ ഇത്തിരി ലേറ്റായിട്ട് കുളിക്കാറ്. പിന്നെ ഞാൻ ആദ്യം കുളിച്ചിട്ട് പൂക്കളിടാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഞാൻ കുളിക്കുമ്പോൾ ഒരു 10 മണി, വിഷ്ണു വന്നതിന് ശേഷം കുളിക്കാൻ പറ്റില്ല, ഉണ്ണിയുള്ളതുകൊണ്ട് അങ്ങനെയായിരുന്നു. അതിന് ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ. ഞാൻ വേഗം ദോശ ഉണ്ടാക്കാൻ പോയി. അപ്പോൾ ദോശ ഉണ്ടാക്കി എനിക്ക് വിഷ്ണുവിന് അപ്പനൊക്കെ ഉണ്ടാക്കിക്കണം. അമ്മയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോയി. ബാക്കി ഞങ്ങൾക്ക് ഉണ്ടാക്കാനുള്ളത് അപ്പം ഞങ്ങൾ ഉണ്ടാക്കും. ദോശയും സബോള ചമ്മന്തി ആയിരുന്നു ഇന്ന്. അരച്ചതല്ല കേട്ടോ, വെറുതെ സബോളയും തക്കാളി ചമ്മന്തി അതായിരുന്നു കേട്ടോ. അപ്പോൾ
അതുണ്ടായി. പിന്നെ ഈ ദോശച്ചട്ടിലെന്ന് വെച്ചെങ്കിൽ നല്ല മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം. പക്ഷേ ഇതൊരു ഇരുമ്പിൻ്റെ ദോശച്ചട്ടി കാരണം ഇവിടുത്തെ ദോശച്ചട്ടിൽ അത്ര അങ്ങോട്ട് മുരിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ചിലപ്പോൾ മുരിഞ്ഞ് കിട്ടും, പുറമെന്ന് വാങ്ങിക്കുന്ന മാവാണെങ്കിൽ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 5 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂക്കളം കാണാൻ പോകാറ് നമ്മൾ വടക്കൻ നാട്ടിലെ മുന്നിലേക്ക്. അപ്പം ഞങ്ങൾ ഈ ആശുപത്രി പറമ്പിലേക്ക് കയറിയിട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണത്തിൻ്റെ സമയം ഇങ്ങനെ നിറച്ച് കച്ചവടക്കാർ ഇങ്ങനെ അതൊക്കെ ഉണ്ട് വിഷുവിൻ്റെ മുഴുവൻ കൊണ്ടിട്ടാം. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ഒന്നുമില്ല ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയാം. വെറുതെ ചോറും ടി കണ്ടിരിക്കും ഇങ്ങനെ നടക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷത്തെ വീഡിയോസ് ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ അതാണ് ഈ പറഞ്ഞത്, നാളത്തെ ഉള്ളതും ഞാൻ ഷോർട്സ് ആക്കി എടുക്കാമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് വീഡിയോ വേണ്ടാന്ന് വെച്ചത്. അതായത് വീഡിയോസ് കാണിച്ചാൽ ഒന്നുമില്ല, ഇങ്ങനത്തെ സിമ്മിങ് സാധനമാണ്. അതിന് പൂക്കളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ മാത്രം ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ചെയ്യുവാണ്. സാകുമ്പോൾ നമുക്ക് പൂക്കളം കിട്ടും ചെയ്യും. അങ്ങനെ ചെറിയൊരു വിശേഷങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷോർട്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്യും. പിന്നെ ഇതാണ് നമ്മൾ അപ്പപ്പൂക്കളം. അപ്പോൾ ഭയങ്കര വലിയ പൂക്കളമാണ്. സെൻറ്ററിൽ നമ്മൾ വയനാടിൻ്റെ ട്രെയിനൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ഫോട്ടോഗ്രാഫി പോലെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.